എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ കടാ പ്രസാദ്, അതായത് ഗുരുദ്വാരയിൽ പോയാൽ കിട്ടുന്നൊരു പ്രസാദം, വീറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹൽവ, അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിനായിട്ടൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടാവുമ്പോൾ അതിൽ നമുക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒരു മിനിമം ഒരു 8 മിനിറ്റോളം വറക്കണം തന്നെ. മീഡിയം, ചെറിയ ബർണറിലാണ് വെക്കുന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാണ്ട് നോക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈ വെക്കാണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രയാസം, ഒരു 8 മിനിറ്റ് ഇളക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ മോൻ്റെ ഭാര്യ. ഓലേക്ക് ഇത് എപ്പോൾ ഓളെ വീട്ടിലുണ്ടാക്കുന്നതാണ് പോലും. അപ്പോൾ എന്നാൽ എനിക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി തരുത്തുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പം ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ബ്രൗൺ പോരാ, നല്ല തിക്ക് ബ്രൗൺ ആവണം. അതുവരെ ഇതിങ്ങനെ വറുത്തുകൊണ്ടേയിരിക്കും. ഇത് നെയ്യ് പോരാഞ്ഞിട്ട് 1 ടീസ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതായത് 1/4 കപ്പ് പ്ലസ് 1 ടീസ്പൂൺ. അപ്പോൾ അത്രയും നെയ്യ് വേണം ഇതിന്, 1/2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് ചൂടോടെ തിന്നും കേട്ടോ. ചൂട് തണിഞ്ഞു പോയാൽ പിന്നെയും ചൂടാക്കി തിന്നും പോലും. അത് പിന്നെ പറയുന്ന കേട്ടിന്. പിന്നെ അമ്പലത്തിൽ പോയാൽ ഒരു സ്പൂണ് കൊണ്ട് കോരി കൊടുക്കുക ചെയ്യുക. അപ്പം അത്രയും ഒരു ഹാർഡായിട്ടല്ല ഉണ്ടാവുക, സ്മൂത്തായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇളകി വരും. അതിലങ്ങ് ഡിസോൾവായി വരുമ്പോൾ നമുക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പല്ല, 1 കപ്പ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം നല്ലോണം ഇളക്കി ഇതിൽ ചേർത്ത് വെള്ളം എല്ലാം ഇതിൽ കുടിച്ച്, പിന്നെയും ഈ ഹലുവ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവത്തിലേക്ക് എത്തുമ്പോൾ പിന്നെയും നമുക്ക് 1/2 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഗുരുദ്വാരയിൽ പോയാൽ കിട്ടുന്ന പ്രസാദമാണ് പോലും. അപ്പോൾ അത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിരലിൻ്റെ ഉള്ളിൽ കൂടി നെയ്യാ പോലും പുറത്ത് വരിക, അത്രയും നെയ്യ് ചേർക്കും. നമ്മളിത് നമ്മളെ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചേ നെയ്യ് ചേർത്തിട്ടുള്ളൂ. 1/4 കപ്പ് അല്ല, ശരിക്കും 1/2 കപ്പ് തന്നെ നെയ്യ് ചേർക്കും. ഞാൻ പറഞ്ഞാൽ അത്രയൊന്നും വേണ്ട, നമുക്കൊരു ഒത്ത പോലെ അങ്ങ് ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എപ്പെങ്കിലും ഒരു ദിവസമല്ലേ. അപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശമായി വരുന്നുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആയില്ലേ. ഇനി കണ്ടോ, ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന അവിടെ നെയ്യ് ഇങ്ങനെ പുറത്ത് വരുവാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കായ്, ഒരു 3-4 ഏലക്കായ് പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി നല്ലൊരു വെള്ളം വറ്റിയിട്ട് കണ്ടോ, എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇടയ്ക്കെപ്പെങ്കിലും ഒരു പൂതിക്കുണ്ടാക്കി നോക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഏത് പാത്രത്തിലിട്ടാലും ആ പാത്രത്തിൻ്റെ ഷേപ്പ് അമീബ പോലത്തെ ഒരു സാധനമായി ഹൽവ. അപ്പോൾ നമ്മളെ പോലെ കടിച്ച് മുറിച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല. ഇത് വായിലിട്ടാലങ്ങ് അലിഞ്ഞിറങ്ങും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഈ ഹൽവ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.